ഹലോ ഓൾ, എന്തല്ല സുഖല്ലേ? എനിവേ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ബിഗ് ബോസ് ആണേ. ബിഗ് ബോസ് എന്താ? കൺഗ്രാചുലേഷൻസ് അനുമോൾ. എന്തായാലും ഈ കൊല്ലം ടോപ്പിക്ക് അല്ലെങ്കിൽ കപ്പ് അങ്ങെടുത്തത് അനുമോളാണ്. അനുമോളിന് അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഉം, 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 ഉം. ആ പറഞ്ഞു വരുന്നത് ബിഗ് ബോസിനെ പറ്റി. എന്താണ് ബിഗ് ബോസ്? അല്ലെങ്കിൽ ഈ ഫുൾ കോൺട്രവേഴ്സൻസ് എന്താ പറയാ, കോൺട്രാ ഇൻഡിക്കേഷൻസും അതുമല്ലല്ലോ. എന്താണ് ബിഗ് ബോസ്? ഒരു ഫുൾ കോൺട്രവേഴ്സിയൊക്കെ നിറഞ്ഞ ഒരു ഗെയിം ഷോ അല്ലേ? ചുരുക്കി പറയുകയാണെങ്കിൽ ബിഗ് ബ്രദർ എന്ന ഒരു ഡച്ച് റിയാലിറ്റി ഷോ, അതിൻ്റെ ഒരു പകർപ്പാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ സാധനം ഇറങ്ങിയത് ഫസ്റ്റ് സൂര്യ ടി വിയിലെ ഒരു പ്രോഗ്രാം ആയിട്ടാണോ, കേരള ഹൗസ് എന്നങ്ങനെ പറഞ്ഞ പ്രോഗ്രാം ആയിട്ടാണ് വന്നത്. പിന്നെ അതിന് ബിഗ് ബോസ് എന്നൊക്കെ പേരിട്ട് ഏഷ്യാനെറ്റുകാർ കൊണ്ടേ ലാലേട്ടൻ വന്നു, അങ്ങനെ ഓൾമോസ്റ്റ് 7-8 ലാംഗ്വേജിൽ എങ്ങാനും ബിഗ് ബോസ് ഇറക്കുന്നുണ്ട്. ഓരോ ലാംഗ്വേജിലെയും ഏറ്റവും ടോപ്പ് ആയിരിക്കുന്ന സെലിബ്രിറ്റീസിനെ വെച്ച് ആങ്കർ ഒക്കെ ചെയ്ത് സംഭവം കൊണ്ടുപോകുന്നുണ്ട്. ഇത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തി, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ എന്തിനിത് കണ്ടിരിക്കുന്നത് ഞാൻ പറയാം. അവരുടെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസ് കുറച്ച് പേര്, കുറച്ച് നാട്ടിൽ പബ്ലിഷ് ആയ, കുറച്ച് നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയ കുറച്ച് പേരെ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ പൂട്ടിയിടുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടുന്നു. അവർക്ക് ഫോണില്ല, കാര്യങ്ങളില്ല, സംസാരിക്കാൻ വേറെ സംഭവങ്ങളൊന്നുമില്ല. അവര് അതിനകത്ത് കിടന്ന് കടിപിടി കൂടുന്നു, അടി കൂടുന്നു, ഇടി കൂടുന്നു, അവിഹിതങ്ങൾ കളിക്കുന്നു, നല്ല രീതിക്ക് ചില ഗോസിപ്പുകൾ പുറത്തേക്ക് വരുന്നു. ഇവർ ഈ പുറത്തെ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. ഈ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇവർ ഇതിൻ്റെ അകത്ത് കിടന്ന് പലതും കാട്ടിക്കൂട്ടുന്നു. അപ്പം ഈ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, എസ്പെഷ്യലി നമ്മളെ മലയാളീസിന്. മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ നടക്കുന്നത് നിത്യമൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായി നമ്മൾ എത്തി നോക്കുന്നു. ആ എത്തി നോക്കലാണ് ഇവിടെ നടക്കണേ. ആ PR കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? അവരുടെ ഷോയിന് റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റാർസിന്റെ അൺഎഡിറ്റഡ് വെർഷൻ, ഡയലോഗ് ഇല്ല, മേക്കപ്പ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഇത് കാണുന്നു ഈ സംഭവം. പിന്നെ ഈ PR വർക്ക് മൂലം കുറെ ആർമി പേജസ്, ഇന്ത്യൻ ആർമീനെക്കാളും വലിയ പവർഫുൾ ആയിട്ടുള്ള ആർമി പേജസ്, ഒരിടയ്ക്ക് ഒരു BTS ആർമി ആയിരുന്നു, ഇപ്പൊ അതിന്റെ ശല്യം എന്തായാലും ഇല്ല. ഇപ്പം വേറെ കുറെ ആർമി പേജസ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അറിവിലെ ബിഗ് ബോസ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ മണ്ടനാക്കുന്ന ഒരു മണ്ടൻ ഷോ. കുറെ PR വർക്ക് ചെയ്യുന്നു, കുറെ ആൾക്കാർക്ക് സ്റ്റാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് PR ചെയ്യുന്നു, ആൾക്കാർക്ക് കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു, വൈൽഡ് കാർഡിന്റെ വഴി ഒന്ന് പുറത്തായാൽ പിന്നെയും വൈൽഡ് കാർഡിന്റെ വഴി തിരിച്ചു വരുന്നു, അങ്ങനെ പിന്നെയും വോട്ടിങ്, അത് ഇത് അവസാനം കളിച്ചവനും ഇല്ല, അവിടെ കിടന്ന് ഓടി നടന്നവനും ഇല്ല, കുറച്ച് വോട്ട് കിട്ടിയവന് സമ്മാനം വരും. അതാണ് ഇതിന്റെ, അതായത് ഫാൻസ് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവർക്ക് വരും. പൈസ മുടക്കി ഇപ്പം വോട്ടിംഗ് ഒക്കെ ഉണ്ടേ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. പൈസ കൊടുത്താൽ ലൈക്ക് കിട്ടും, പൈസ കൊടുത്താൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, പൈസ കൊടുത്താൽ വോട്ടും കിട്ടും. നമ്മുടെ നാട്ടില് ഇലക്ഷന് വരെ വോട്ട് പൈസ കൊടുത്ത് മറയ്ക്കുന്നു, പിന്നെയാണോ ഈ ഒരു പ്രോഗ്രാമിന്റെ വോട്ടല്ലേ? അപ്പം ഇതാണ് എൻ്റെ അറിവിലുള്ള ബിഗ് ബോസ്. എനിക്ക് ഇത്രേ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഞാൻ പ്രോഗ്രാം കാണാറുമില്ല, സംഭവം ഇതാക്കാറുമില്ല. ഇപ്പം സംഭവമൊക്കെ ട്രെൻഡിങ്, അപ്പൊ അതിനെക്കുറിച്ച് പറയാമെന്നങ്ങ് വെച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. ബൈ ബൈ.